കുറച്ച് സമയം മക്കളെ നിന്നെല്ലാം മാറി അവർ തന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കും. അപ്പോൾ ഈ യാത്രയിലൊന്നും മക്കളെ കൂട്ടത്തില്ല. മക്കൾക്ക് പോകണമെങ്കിൽ മക്കൾ തന്നെ പോട്ടെ എന്നൊരു ചിന്താഗതിയാണ്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടായിരിക്കും എനിക്കത് അത്ര അങ്ങോട്ട് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല ആ സമയത്ത്. പക്ഷേ കഴിഞ്ഞ ഒരു ദിവസം ഗൾഫിൽ മരിച്ചൊരു പ്രവാസിയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ വീട്ടിലുള്ളവർ തയ്യാറായില്ലെന്ന് കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ചിന്താഗതി ശരിയാണെന്ന് തോന്നി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടി ജീവിക്കാറുണ്ടോ? ഒരിക്കൽ പോലും ഇല്ല. വീട്ടുകാർക്ക് വേണ്ടിയും കൂട്ടുകാർക്ക് വേണ്ടിയും അല്ലെങ്കിൽ മറ്റു മക്കൾക്ക് വേണ്ടിയും ജീവിച്ച് നമ്മളുടെ സന്തോഷമോ അല്ലെങ്കിൽ ഒന്നും തന്നെ നമ്മൾ ആസ്വദിക്കുന്നില്ല. പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെക്കുകയാണ്. എന്തിന്? മറ്റുള്ളവർക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി, അല്ല മറ്റുള്ളവരുടെ ഒരു സന്തോഷം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പണം കരുതുകയാണ്. ഞാൻ പറയുന്നത് 365 ദിവസത്തിൽ നമുക്കെന്ന് പറയാനായിട്ട് നമ്മളൊരു 10 ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു കുറഞ്ഞതല്ലെങ്കിൽ 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നമുക്കായിട്ട് ജീവിക്കണം. ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ കരുതുന്നതായിരിക്കും നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ ഭാവിയിൽ കരുതുമെന്നാണ്. പല സംഭവങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അവരെല്ലാം നിരാശയിലിരിക്കുകയാണ്. ഒരിക്കൽ പോലും നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ കരുതണമെന്നില്ല, അല്ല നമ്മുടെ വിഷമങ്ങൾ അറിഞ്ഞ് നമ്മളോട് നിൽക്കണമെന്നില്ല. നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ സ്വപ്നങ്ങളായിരിക്കും. ഞാൻ പറയുന്നത് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് സമയമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. താങ്ക് യു.